നമസ്കാരം, സനി തോട്ട്സിലേക്ക് സ്വാഗതം. ഒരു സിനിമ അതിൻ്റെ റിലീസിന് മുന്നേ തന്നെ ആ സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിത്രത്തിനെ രണ്ട് രീതിയിൽ ബാധിക്കും. ഒന്ന് പോസിറ്റീവായിട്ടും ഒന്ന് നെഗറ്റീവായിട്ടും. പോസിറ്റീവായിട്ടുള്ളൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ, പ്രീ ബുക്കിംഗ്, വീക്കെൻഡ് കളക്ഷൻ ഇതെല്ലാം നല്ല രീതിയിൽ കൂട്ടാനായിട്ട് ഇത് സഹായിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ അധികം ചർച്ച ചെയ്യാത്ത സാധാരണ ആളുകൾക്കിടയിൽ പോലും ഈ സിനിമ ഒരു ചർച്ചാ വിഷയമാകും. ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും അത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് എടുത്ത് കാണുന്ന ആളുകൾക്ക് ഈ ചിത്രം ഒരു നിരാശയാവാനുള്ള ഒരു സാധ്യതയുണ്ടാവും. അതുകൊണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞ സാധനം ഒരു സിനിമയെ വിജയിപ്പിക്കാനും നശിപ്പിക്കാനും ഒരു പരിധിവരെ കാരണമാക്കും. 3 ഭാഗങ്ങളായിട്ടുള്ള ലൂസിഫർ സീരീസിലെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻ്റാണ് എമ്പുരാൻ L2E. ഈ സിനിമയിൽ ലൂസിഫറിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കഥയുടെ മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഒരു സീക്വൽ പ്രീക്വൽ പരിപാടിയാണ് ഈ പടത്തിൽ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ മോഹൻലാൽ അവതരിപ്പിക്കുന്ന എബ്രഹാം ഖുറേഷി എന്ന ക്യാരക്ടറും പൃഥ്വിരാജിൻ്റെ സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടറിൻ്റെയും മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ലൂസിഫറിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള പല വിഷയങ്ങളും ഈ സിനിമയിലും പ്രതിപാദിച്ചു പോകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും എബ്രഹാം ഖുറേഷി എന്ന ആളുടെ ഒരു ലോകം, ആ ഒരു വേൾഡ് പ്രേക്ഷകർക്ക് കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ തന്നെ ഇത്രയും ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഫ്രെയിംസ്, പിന്നെ ഈ സിനിമയുടെ ഒരു ക്യാൻവാസ് ഇത്രയും അടിപൊളിയായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും ഈ പറഞ്ഞ രീതിയിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ് എന്ന രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. 150 കോടി മുടക്കിയിട്ടുണ്ടെങ്കിൽ, ഈ സിനിമയിൽ അത്രയും ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് സ്ക്രീനിൽ കാണാൻ സാധിക്കും. കാരണം പല ഇൻഡസ്ട്രികളിലും 150ഉം 200ഉം കോടി രൂപ മുടക്കി പല സിനിമകളും വരുന്നുണ്ടെങ്കിലും അതിനകത്ത് 100 കോടി അല്ല, അതിൻ്റെ 50% 70%ഓളം ആ സിനിമയിലെ താരത്തിൻ്റെ റെമ്യൂണറേഷനായിട്ടായിരിക്കും പോകുന്നത്. എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് വെച്ചിട്ടൊക്കെ ആയിരിക്കും സിനിമ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ ഈ സിനിമയിൽ 150 കോടിയാണ് മുടക്കിയേക്കണമെങ്കിൽ ആ 150 കോടിയുടെയും ക്വാളിറ്റി നമുക്ക് ഉടനീളം സിനിമയിൽ കാണാനുണ്ട്. ടോപ്പ് നോച്ച് ക്വാളിറ്റി മേക്കിംഗ് ആണ് പടത്തിൽ. പൃഥ്വിരാജ് സുകുമാരൻ ആ കാര്യത്തിൽ എന്തായാലും നല്ല രീതിയിൽ കയ്യടി അറിയിക്കുന്നുണ്ട്. പിന്നെ സുജിത് വാസുദേവാണ് ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ആളുകൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നല്ലപോലെ പണിയെടുത്തേക്കുന്നത് നമുക്ക് എന്തായാലും സിനിമയിൽ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. എല്ലാ ഈ പറഞ്ഞ മേഖലകളും നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ദീപക് ദേവാണ് ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ജസ്റ്റ് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തോളൂ. ചില സ്ഥലത്തൊക്കെ നല്ല ഹൈ മൂമെൻറ്റിൽ ദീപക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു മിഡായിട്ടുള്ള രീതിയിലാണ് അത് പോയിട്ടുള്ളത്. ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞു വരുന്ന ഈ സിനിമ എമ്പുരാൻ, അപ്പോൾ ഇതിൻ്റെ ടോട്ടലി ഈ ഒരു സിനിമ തുടങ്ങി ഏകദേശം ഒരു ഇൻ്റർവെല്ലൊക്കെ ആവുന്നവരെ നമുക്ക് ആ ലൂസിഫർ സിനിമയിൽ കിട്ടിയിട്ടുള്ള പോലത്തെ ഒരു ഹൈ മൊമെൻറ്റ്സ് ഒന്നും ശരിക്കും ഈ പടത്തിൽ കിട്ടുന്നില്ല. അത് കുറച്ച് മിസ്സിങ് ആണ് പടത്തിൽ. ലാലേട്ടൻ്റെ ഇൻട്രോ ഒഴികെ ബാക്കി സീനുകളെല്ലാം തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന പോലത്തെ ഒരു ഹൈ മൊമെൻറ്റ്സ് ഒന്നും തരുന്നില്ല. ഹൈ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൂസിഫറിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ലാലേട്ടൻ്റെ ഫസ്റ്റ് സീൻ തന്നെ നടന്നു പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ ഒരു ബാരിക്കേഡ് നീക്കുന്ന ആ ഒരു സീൻ, അതേപോലെ തന്നെ കടവുളെ പോലെ ആ സോങ്ങിലുള്ള ഒരു ഫൈറ്റ്, ഇതെല്ലാം തന്നെ തിയേറ്ററിൽ ഭയങ്കര നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഞാൻ 2019 തോന്നുന്നു ലൂസിഫർ ഫസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതും ഇതേപോലെ തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടാണ്. അന്ന് നമുക്ക് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട്, ആ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു ഇത് തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന നമുക്കൊരു ബൂസ്റ്റപ്പ് ഉണ്ട്. അത് ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം മിസ്സിങ് ആയിരുന്നു. കാര്യം ക്വാളിറ്റി മേക്കിങ്ങും പരിപാടികളൊക്കെ ഒരു സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ടെങ്കിലും നമുക്ക് തിയേറ്ററിൽ ഈ സിനിമ കാണുമ്പോൾ മിസ്സാവുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ മൊമെൻറ്റ്സ് സിനിമയിൽ മിസ്സിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോഴാണ് ഈ പറഞ്ഞ രീതിയിൽ കുറച്ചെങ്കിലും ഹൈ മൊമെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരുന്നത്. ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള പോലെ ആ ജംഗിൾ ഫൈറ്റൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ ലൂസിഫർ ഫസ്റ്റ് പാർട്ടിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആ സിനിമയിലുള്ള ക്യാരക്ടേഴ്സൊക്കെ മെയിൻലി ഉള്ള പല ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ തന്നെ ഉണ്ട്. 1-2 ക്യാരക്ടേഴ്സൊക്കെ തന്നെ ഇല്ലാത്തുള്ളൂ. അപ്പോൾ ആ ഫസ്റ്റ് പാർട്ടിലുള്ള ക്യാരക്ടേഴ്സൊക്കെ സെക്കൻഡ് പാർട്ടിലുണ്ട്. പക്ഷേ ഈ ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്ന ആ ക്യാരക്ടേഴ്സിന് ഇപ്പോൾ ചെറിയ ഡയലോഗുകളോ അല്ലെങ്കിൽ ചെറിയ റോളുകളാണെങ്കിൽ പോലും ഉണ്ടായിരുന്ന പല താരങ്ങൾക്കും ഈ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ആ ലൂസിഫറിൽ ആ തന്നേക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഈ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ ചെറിയ ക്യാരക്ടർ ചെയ്തവരാണെങ്കിലും ഇൻക്ലൂഡിങ് വലിയ ഈ പറഞ്ഞ രീതിയിൽ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത പലർക്കാണെങ്കിൽ പോലും സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ലൂസിഫറിൽ തന്നേക്കുന്ന ഒരു ഇമ്പാക്റ്റ് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു അതിനകത്തൊരു എക്സെപ്ഷൻ ഉള്ളതാകെ മഞ്ജു വാര്യറിൻ്റെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. മഞ്ജു വാര്യറിന് ഇതിനകത്ത് ഇത്രയും കൂടി പെർഫോം ചെയ്യാനുള്ളതുണ്ട്. അത്യാവശ്യം ക്ലാപ്പ് വർത്തി അതുപോലെ തന്നെ ഗൂസ് ബംസ് സീനുകളൊക്കെ മഞ്ജു വാര്യർക്ക് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ മഞ്ജു വാര്യർക്ക് ഒഴികെ ബാക്കി എല്ലാ താരങ്ങൾക്കും ഈ പറഞ്ഞ രീതിയിൽ ലൂസിഫർ ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു ഇമ്പാക്റ്റ് സെക്കൻഡ് പാർട്ടിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതൊരു ട്രയോളജി ഫിലിമാണ്. അതിൻ്റെ ഒരു മിഡ് പോർഷനാണ് ഈ പറഞ്ഞ എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, സയ്യിദ് മസൂദിൻ്റെയും ഖുറൈഷി അബ്രാമിൻ്റെയും ഒരു ലോകം, അതാണ് അവർ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ലോകം ഫോക്കസ് ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റ് ക്യാരക്ടേഴ്സിന് അതിനകത്ത് സ്പേസ് ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും അത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇതിനു മുമ്പുണ്ടായ ലൂസിഫർ ഫേസ്റ്റിൽ ഉണ്ടായിരുന്ന പല ക്യാരക്ടേഴ്സിനും ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യാത്തത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ലൂസിഫർ ഫസ്റ്റ് പാർട്ട്, ലൂസിഫർ കണ്ട ആ ഒരു കിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാൻ കണ്ടപ്പോൾ കിട്ടിയില്ല. ഈ പറഞ്ഞ രീതിയിൽ പല ക്യാരക്ടേഴ്സിലും ഉണ്ടായിരുന്ന ഇതേപോലത്തെ കുറച്ച് പ്രശ്നങ്ങൾ, ഹൈ മൊമെൻറ്റ്സിൻ്റെ കുറവ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാരണം ഞാൻ നേരത്തെ ഈ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ രീതിയിൽ ഹൈപ്പ് എത്രത്തോളം ഒരു ചിത്രത്തെ സ്വാധീനിക്കും എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ്റെ ഒരു കുഴപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുത്ത് കണ്ടിട്ടുള്ള KGF, അതുപോലെ തന്നെ ലോകേഷിൻ്റെ വിക്രം, ഈ സിനിമകളൊക്കെ എനിക്ക് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ലെവലിൽ തന്നെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പോയി കണ്ടത്. കാരണം പൃഥ്വിരാജ്, മോഹൻലാൽ, മുരളി ഗോപി ഇവരിലുള്ള ഒരു വിശ്വാസം, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ കീപ്പ് ചെയ്ത് തന്നെ സിനിമ പോയി കണ്ടത്. അപ്പോൾ എന്നിരുന്നാലും എനിക്ക് തീർത്തും നിരാശ എന്നുള്ള രീതിയിലൊന്നും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ രീതിയിൽ ചെറിയ ചെറിയ ഇതേപോലത്തെ കുറച്ച് പോരായ്മകൾ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഡൗൺ ഫീൽ തോന്നി. എന്തായാലും ഇൻ്റർവ്യൂസിലെല്ലാം പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ഒരു വലിയൊരു ലോകം, ഒരു ബിഗ് ലീഗ് ലാസ്റ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടാണ് എന്തായാലും സിനിമ അവസാനിക്കുന്നത്. തേർഡ് പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ലീഡ് അത് ഓൾറെഡി ഇൻ്റർവ്യൂസിലെല്ലാം പൃഥ്വിരാജ് പറഞ്ഞതാണ്. അപ്പോൾ ഒരു ബിഗ് ലീഗാണിത് ആക്ച്വലി. ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് സിനിമ ടോട്ടലി എനിക്കൊരു ആവറേജ് ഫീലാണ് തോന്നിയുള്ളൂ. അപ്പോൾ ആ ഒരു ഫീല് എന്തായാലും അടുത്തൊരു തേർഡ് പാർട്ട് അവരിറക്കുമ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു അമിത പ്രതീക്ഷ ഒഴിവാക്കാനായിട്ട് എന്തായാലും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പറഞ്ഞ രീതിയിൽ ഒരു L3 വരുമ്പോൾ നമുക്ക് അത്ര വലിയൊരു ഓവർ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും തോന്നുന്നില്ല. പൊതുവേ ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു സിനിമ ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന കാരണം അടുത്തൊരു പാർട്ട് വരുമ്പോൾ ഇത്രയും ഒരു എക്സ്പെക്റ്റേഷൻ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ അമിത പ്രതീക്ഷയില്ലാതെ തന്നെ ചിത്രത്തിലെ ക്യാമിയോസിനെയൊക്കെ സമീപിക്കുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വലിയ കുഴപ്പമില്ലാത്ത ഒരു ജസ്റ്റ് ഓക്കെ പടം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എനിക്കിപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് പടം കണ്ടു കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ കാണുക, സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക.